ഇടുക്കി കണ്ണമ്പടിയിൽ ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് ആരോപിച്ച് വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി ആദിവാസി ദമ്പതികൾ. വെള്ളപ്പാറ DFO ഓഫീസിന് മുന്നിലാണ് വലിയ മുഴിക്കൽ രാജപ്പനും ഭാര്യയും ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. വനം വകുപ്പ് NOC നൽകുന്നില്ലെന്നതാണ് ആരോപണം. NOC ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ദമ്പതികൾ പറയുന്നു. നമുക്ക് അവരുടെ പ്രതികരണമൊന്നും കേട്ടുവരാം. ഞങ്ങൾക്ക് ലൈഫിൻ്റെ ഒരു വീട് അനുവദിച്ചു. അതിനകത്ത് ഞങ്ങൾ അനുവദിച്ചിട്ട് ഞങ്ങളെ കൊണ്ടത് വയ്ക്കാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വീട് വയ്ക്കാനുള്ള അനുമതി ഇവിടുന്ന് കിട്ടണം. DFO ഓഫീസിൽ നിന്ന് DFO ഓഫീസിൽ നിന്ന് അത് കിട്ടാതെ കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. ഞങ്ങൾക്ക് ലൈഫിൻ്റെ വീട് അനുവദിച്ച് 90,000 രൂപയും അനുവദിച്ചു. ഇനി ഞങ്ങൾക്ക് ഫോറസ്റ്റിൽ നിന്ന് NOC തരണം ഞങ്ങൾക്ക് വീട് വെക്കാൻ. അത് തരുന്നിടം വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞാനും എൻ്റെ ഭർത്താവും ഇവിടെ ഇരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോവുള്ളൂ. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ് രാജാക്കാട്, നല്ല തണുപ്പാണ് ഇടുക്കിയിൽ. ഈ പാവം മനുഷ്യർ എന്തിനാണ് ഈ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ ഇരിക്കുന്നത്? അവർക്ക് NOC കൊടുക്കാൻ എന്താണ് വനംവകുപ്പിന് സാങ്കേതിക തടസ്സം? സന്ദീപ് രാജാക്കാട്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഞാനിപ്പോൾ അവർ സമരം ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ വനം വകുപ്പ് വനാവകാശ നിയമപ്രകാരം മുല്ല ആദിവാസി കുടിയിലുള്ള ആളുകളാണ് ഇവർ രണ്ടുപേരും. അവിടെ ഇവർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു വീട് അനുവദിക്കുകയും എന്നാൽ ആ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള NOC നൽകാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഇവർക്കുള്ളത്. ആദ്യ ഗഡു പൈസയൊക്കെ അനുവദിച്ചെങ്കിലും നിർമ്മാണം നടത്താൻ കഴിയുന്നില്ല. ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഇരിക്കുകയാണല്ലേ? അതെ, ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുക. ഇന്നലെ പകൽ 11:30 മുതൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുക. ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലൈഫിൻ്റെ ഒരു വീട് അനുവദിച്ചു. ആ വീടിന് കഴിഞ്ഞ 18/3 അനുവദിച്ചത്. ഇപ്പോൾ 9 മാസം കഴിഞ്ഞു. ഈ 9 മാസത്തിന് ഞങ്ങളുടെ കൂടെ അനുവദിച്ചവരെല്ലാം തറ കെട്ടി. ആ തറ കെട്ടിയ കൂടെ ഞങ്ങളും തറ കെട്ടേണ്ടതാണ്. ഞങ്ങൾക്ക് അവിടെ ഫോറസ്റ്റുകാർ ഞങ്ങളെ തറ വെട്ടാനായിട്ട് അനുവദിച്ചില്ല. ഞങ്ങൾക്ക് NOC കിട്ടിയിട്ടില്ല ഇതുവരെ. NOCക്ക് വേണ്ടി അവിടെ വീട് വെക്കാനായിട്ട് ഇത് പാഴാക്കി കളയാണ്ട് വീട് വയ്ക്കാനായിട്ട് NOCക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അവർ തരത്തില്ല എന്നും പറയുന്നു. ഞങ്ങൾക്ക് വേറെ യാതൊരു മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും 60-65 വയസ്സ് വീതം പ്രായമുള്ളതാണ്. അപ്പം ഇനി ഒരുപാട് കാലമൊന്നും ഞങ്ങൾ ജീവിച്ചിരിക്കത്തില്ല. അതുവരെ സർക്കാരിൻ്റെ ഒരു വീട് കിട്ടി അതിനകത്ത് ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന അത്രയും കാലം അത് പാഴാക്കി കളയാണ്ട് ആ വീട് വെച്ച് ആഗ്രഹമുണ്ട്. എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് അതേപ്പറ്റി കൂടുതൽ അറിയത്തില്ല. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരവർ. അവർ പാവങ്ങളെ സഹായിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അവരുടെ ഉദ്യോഗത്തിൻ്റെ എങ്ങനെയോ നമുക്കറിഞ്ഞുകൂടാ. ബന്ധപ്പെട്ടിടത്തെല്ലാം ഈ ഇടുക്കി ജില്ലയിൽ ഞങ്ങൾ പേപ്പറുകൾ കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ മുല്ലയൂരിലെ സ്ഥലത്തിന് വനാവകാശ രേഖയുള്ളതാണോ? മുല്ലയൂരിലെ നമ്മളിപ്പം 10 സെൻറ്റ് സ്ഥലം മേടിച്ച സ്ഥലത്തിന് വനാവകാശ രേഖയുള്ളതല്ല. അവിടെയാണ് പണിയുന്നത്. അവിടെ പണിയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് കാട്ടാന ശല്യം കാരണം നേരത്തെ ഞങ്ങൾ വനം മന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് കാട്ടാന ശല്യം കാരണം ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് താമസിക്കാൻ സാരമില്ല, ഞങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കത്തും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫോറസ്റ്റ് ഇത് കൊടുക്കുമെന്നും പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞ് 15 ലക്ഷം രൂപ അവിടെ ഫണ്ടുണ്ട്, അത് അനുവദിക്കുന്ന ക്രമം അനുസരിച്ച് നിങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞു അങ്ങനെയുള്ള ഒരു ഫണ്ട് അത് നിർത്തലാക്കിയെന്ന് പറഞ്ഞു. നിർത്തലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മൃഗശല്യം കാരണം പൊറുതി മുട്ടി ഞങ്ങൾക്ക് താഴെ താമസിക്കാവുന്നതാണ്. ഞങ്ങൾ അന്ന് വാങ്ങിച്ച സ്ഥലമാണത്. അവിടെ അതിന് ശേഷമാണ് വീട് അനുവദിക്കുന്നതും. ഈ വീടെന്നാൽ ഇവിടെ വെച്ച് നമുക്ക് താമസിക്കാവുന്നതും വൈദ്യസഹായം ഉണ്ടായാൽ നമുക്ക് ആശുപത്രി വാഹന സൗകര്യം ഉണ്ടെന്നും ഉള്ള ഇതിലാണ് ഞങ്ങൾ അവിടെ വീട് വെക്കാനായിട്ട് കഴിയുന്നത്. അത് അല്ല, ആരും അറിയാതൊന്നും അല്ല ഇത്. ഇനിയിപ്പം എന്താ തീരുമാനം? എൻ്റെ ഭർത്താവിൻ്റെയും തീരുമാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് NOC കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയില്ല. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുക. ഇന്നലെ 11:30 ആയപ്പം ഇത്രയും ദൂരേന്ന് ഞങ്ങളിവിടെ വന്നു. മീറ്റിംഗ് ആയിരുന്നെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അവർ പറഞ്ഞു NOC തരത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് NOC തരാതെ ഞാനും എൻ്റെ ഭർത്താവും ഇവിടുന്ന് പോകത്തില്ല.
അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ആമക്കളില്ല, 3 പെൺപിള്ളേരാ. ഞങ്ങൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഞങ്ങൾ അവിടെ എങ്ങനെ താമസിക്കുന്നത്? കാലാകാലങ്ങൾക്ക് മുമ്പേ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായ ഫോട്ടോയായത്. ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരുന്നപ്പം മുതൽ ഞങ്ങൾ ഇവിടെ പൊരുതി ഞങ്ങൾ ജീവിച്ച് ഇപ്പം വയസ്സായി, പെൻഷനായി, ഞങ്ങൾ രണ്ടും രോഗികളായി. അപ്പം ഞങ്ങൾക്കൊരു വീട് വെക്കാനുള്ള അനുമതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നില്ലെങ്കിൽ നിയമപാലകരും എല്ലാവരും അറിവും വിദ്യാഭ്യാസം ഉള്ളവർ വന്ന് ഞങ്ങൾക്കൊരു നീതി മേടിച്ച് കിട്ടുന്നിടം വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും, ഉപവാസം ഇവിടെ ഇരിക്കും. സന്ദീപ്, ജോലി ചെയ്തിരുന്നവരാണ്, ആവശ്യം പെൻഷൻ പറ്റിയെന്ന് പറയുന്നു. അവരെന്തെങ്കിലും സർക്കാർ ജോലിയോ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്തിരുന്നവരാണ്? ഇല്ല, സർക്കാർ ജോലികളിലൊന്നും ഉണ്ടായിരുന്നവരല്ല. ഇവർ കാർഷിക മേഖലയിൽ ജോലി ചെയ്ത് ആദിവാസി മേഖലയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. എന്താണ് ഇത്തരത്തിലൊരു സാങ്കേതികത്വം പറഞ്ഞ ഒരു വലിയ ഏറ്റവും നിർധനരായ ആളുകളെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നതിന് ഒരു കാരണം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ ഒരു വേഷനായിട്ട് അവർ പറഞ്ഞത് ഈ വനാവകാശ രേഖയുള്ള സ്ഥലത്തല്ല ഇവർ വീട് നിർമ്മിക്കുന്നത്, അവിടെ നിർമ്മിക്കാൻ അനുവദിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു നിയമമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഈ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഏറ്റവും പ്രധാനമായി അവർ ഇതിനു മുമ്പ് 2020 വനംവകുപ്പ് മന്ത്രിക്ക് നൽകിയിരുന്നത് തങ്ങളെ ഇവിടെ നിന്ന് പുനരധിവസിപ്പിക്കുന്നതിനൊരു നടപടി സ്വീകരിക്കണം എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ആ നടപടി സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അതിലേക്ക് പോകാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കാരണം അവിടെ വന്യമൃഗശല്യം കൂടുതലായതുകൊണ്ട് തങ്ങളെ ഇവിടെ നിന്ന് വനത്തിനുള്ളിൽ നിന്ന് മാറ്റി മറ്റൊരിടത്തിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. ഈ ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ബോർഡറിലാണ് ഇവർ കിടക്കുന്നത്. ഈ മുല്ലയൂർ എന്ന് പറയുന്ന സെറ്റിൽമെന്റ് അത്രയധികം വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം കൂടിയാണ്. അതാണ് ഇവരുടെ ഇപ്പം ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വനാവകാശ ഭൂമിയാണോ അത്? നിലവിൽ ഇവർ താമസിക്കുന്നത് വനാവകാശ രേഖയുള്ള ഭൂമിയാണ്. അതിനോട് ചേർന്ന് ഒരു 10 സെന്റ് ഇവർ വിലയ്ക്ക് വാങ്ങിയെന്നാണ് പറയുന്നത്. ആ 10 സെന്റ് വിലയ്ക്ക് വാങ്ങി അത് അവിടെ അല്ലേ, അങ്ങനെയല്ലേ? അല്ല, 3 കിലോമീറ്റർ താഴെ കിഴുകാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് 10 സെന്റ് വാങ്ങിയത്. അപ്പൊ ഈ വണ്ടിയും ചെല്ലത്തില്ല. ഞങ്ങള് രണ്ടും രോഗികളുവാ. ഞങ്ങൾക്ക് കയറി പറ്റില്ല. ബസ്സിന് വന്ന് ഇറങ്ങിയിട്ട് 500 രൂപ കൊടുത്തു വീട്ടിൽ കയറി സാമ്പത്തികം ഞങ്ങൾക്ക് സ്ഥലമാണ് ഇവർ വാങ്ങിയതെന്നാണ് വനംവകുപ്പ് പറയുന്നത്, അല്ലേ സന്ദീപ്? അപ്പൊ വനാവകാശ രേഖയില്ലാത്ത സ്ഥലത്ത് NOC കൊടുക്കാൻ സാങ്കേതികമായി വനംവകുപ്പിന് കഴിയില്ല, അതല്ലേ വനംവകുപ്പ് പറയുന്നത്? കഴിയില്ല. അതെ, അത്തരത്തിലാണ്. കാരണം വാങ്ങിയിരിക്കുന്ന സ്ഥലത്തിന് പട്ടയമൊക്കെ ഉണ്ടോ എന്ന് പറയുന്നത് നമുക്കറിയാം. നിലവിൽ വാങ്ങിച്ചിരിക്കുന്ന ഭൂമിക്ക് പട്ടയുള്ള ഭൂമിയാണോ? വനാവകാശ കൈവശരേഖയുള്ള ഭൂമിയല്ല. അത് വന്ന് വില്ലേജിൽ നിന്നൊക്കെ വന്ന് കണ്ടെഴുതി പോയി ഞങ്ങൾക്ക് അവിടെ വീട് വയ്ക്കാനായിട്ട് മോളി 2 കൈവശരേഖയുള്ളിടത്ത് സാധ്യമല്ല എന്ന് അവർ എഴുതി റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. കളക്ടറേറ്റിൽ പോയി കണ്ട് കളക്ടറേറ്റിൽ നിന്ന് വില്ലേജ് ഓഫീസർ വന്നു. ഈ കൈവശരേഖയുള്ള 2 സ്ഥലത്തും വീട് വെക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് എഴുതിയത് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് കിട്ടി. അതും കൊണ്ട് കളക്ടർ എടുത്തിരുന്നു. ഈ വനം വകുപ്പാണ് ഞങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, അതൊരു കാര്യമാണ് അവർ പറയുന്നത്. ഇവർക്ക് വനാവകാശ രേഖയുള്ള ഭൂമിയിൽ അവിടെ വീട് വെക്കാൻ കഴിയില്ല എന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 10 സെന്റ് മുമ്പത് ആദിവാസികളുടെ ഭൂമിയായിരുന്നു, പിന്നീട് അത് നാട്ടുകാരുടെ കൈകളിലേക്ക് എത്തി. ആ 10 സെന്റാണ് ഇവർ തിരികെ വാങ്ങിയിരിക്കുന്നത്. അതിന് പക്ഷേ വനാവകാശ രേഖയില്ല. പക്ഷേ അവിടെ വീട് വെക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. സ്കെച്ചും മറ്റ് എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ട് വില്ലേജ് അധികൃതർ. അവിടെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് NOC നൽകാൻ അവിടെ റവന്യൂ വകുപ്പിന് ഇവർക്ക് പട്ടയം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റുമോ ദീപക്? ഇല്ല, അവിടെ പട്ടയം നൽകാൻ കഴിയില്ല. വനമേഖലയാണത്. കണ്ണമ്പടി അവിടെ മുതൽ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വനാവകാശ രേഖ തന്നെയാണ് നൽകാൻ കഴിയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനാവകാശ രേഖ ഇല്ലാത്ത സ്ഥലത്ത് ഇതേപോലെ ലൈഫിൽ വീടൊക്കെ കിട്ടുന്ന നിർദ്ധന ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി ആ സ്ഥലത്ത് വനാവകാശ രേഖ കൊടുത്ത ചരിത്രമുണ്ടോ? അങ്ങനെ ഒരു കീഴ്വഴക്കം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സന്ദീപ്?
അത് അത്തരത്തിൽ ഉള്ള നടപടികൾ കൂട്ടമായിട്ടുള്ള സെറ്റിൽമെന്റുകളിലേക്ക് ആദ്യഘട്ടത്തിൽ കൂട്ടമായി താമസിക്കുകയും പിന്നീട് വനാവകാശ രേഖ നൽകുകയും ചെയ്യുന്ന നടപടികൾ ഇടുക്കിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഗ്രാമപഞ്ചായത്തിനെ ആകെ ക്ഷമിക്കണം സന്ദീപ്. ഡോക്ടർ അരുൺകുമാർ, ഇതിനകത്ത് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു 10 സെന്റ് ഭൂമിയിലേക്ക് റവന്യൂ വകുപ്പിന് എതിർപ്പുകളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരുടെ ഇത്രയും പ്രായമായ ആളുകളാണ്, അവിടേക്ക് മറ്റ് പ്രതിസന്ധികളൊന്നുമില്ല, ഇവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയാണ്, അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ തടസ്സപ്പെടുത്തേണ്ടതില്ല എന്നുള്ളത് ഒരു കാര്യം മാത്രമാണ്. സാങ്കേതികമായ കാര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവകാശ രേഖയില്ലാത്തൊരു സ്ഥലത്ത് സർക്കാരിന്റെ ലൈഫ് പദ്ധതി പോലും വീട് വെക്കാൻ കഴിയില്ലല്ലോ. അവർക്ക് സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിന് തടസ്സമില്ല, അത്രേ ഉള്ളൂ അല്ലേ? അല്ല ഡോക്ടർ അരുൺകുമാർ, അവർക്ക് അനുവദിച്ചത് മുകളിൽ വനാവകാശ രേഖയുള്ള സ്ഥലത്ത് അനുവദിച്ചപ്പോൾ അവിടെ വീട് വെക്കാൻ സാങ്കേതികമായി കഴിയില്ല എന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുല്ലയൂരിനോട് ചേർന്നുള്ള താഴെ കിഴികാനത്ത് ഇവർ 10 സെന്റ് വാങ്ങുന്നത്. അപ്പൊ അവിടെ വനാവകാശ രേഖ ലഭിച്ചിട്ടില്ല, പക്ഷെ അവിടെ വീട് വെക്കുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്ന് റവന്യൂ വകുപ്പ് പറയുകയും അംഗീകാരം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 90,000 രൂപ ആദ്യ ഗഡു കൈമാറുകയും ചെയ്തു. അത് ഒരു കരാറുകാരന് ആ 90,000 രൂപയും ഇവരുണ്ടാക്കിയ 15,000 രൂപയും ചേർത്ത് 1,05,000 രൂപ കരാർ നൽകി. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ എത്തിയപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ് വനംവകുപ്പിന്റെ നിലപാട്. ആ വനംവകുപ്പിന്റെ നിലപാട് പറയുന്നതിന്റെ സാങ്കേതികത്വം ഇതാണ്. ഒന്ന്, വീട് അനുവദിച്ചത് വനാവകാശ രേഖയുള്ള സ്ഥലത്താണ്, ഇവിടെ ഇവർക്ക് വനാവകാശ രേഖയില്ല, അതുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വനംവകുപ്പിന് NOC നൽകാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് DFO വ്യക്തമാക്കിയിരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, ഇതൊക്കെ സാങ്കേതികത്വം പറഞ്ഞ പാവപ്പെട്ട മനുഷ്യരെ കുരുക്കുകയാണ് ചെയ്യുന്നത്. എത്ര ഏക്കറുകളാണ് കയ്യേറുന്നത്, എത്രയെത്ര ഏക്കറുകളാണ്. ഇതാണ് സന്ദീപ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. 5 സെന്റ് അവർക്ക് ഉള്ള വനാവകാശ രേഖയുള്ള ഭൂമിയിൽ വീട് വയ്ക്കാൻ കഴിയില്ല എന്ന് റവന്യൂ വകുപ്പ് പറഞ്ഞപ്പോൾ അവർ പോയിട്ട് 10 സെന്റ് സ്ഥലം തൊട്ടപ്പുറത്തുനിന്ന് വാങ്ങുന്നു. ആ ഭൂമിയിൽ അവർക്ക് ഒരു 5 സെന്റിനെങ്കിലും വനാവകാശ രേഖ കൊടുത്ത് ആ വീട് വെച്ച് പോകാനല്ലേ നോക്കുന്നത്. പലപ്പോഴും ലൈഫ് മിഷന്റെ പദ്ധതിക്കൊക്കെ അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ നിലനിർത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൺസെഷൻ കൊടുക്കുന്നത്. അപ്പോൾ വനം വകുപ്പിന് എന്താ പ്രത്യേകിച്ച് കൊമ്പുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പലപ്പോഴും വനം വകുപ്പ് നാട്ടുകാരുടെ അപ്രീതി പിടിച്ചു പറ്റുന്നത് ഇത്തരം കാര്യങ്ങളിലാണ്. ആ വനംവകുപ്പ് കാര്യങ്ങളെ ഒന്നും ശ്രദ്ധിക്കാതെ വിടുന്നു എന്നതാണ് വനംവകുപ്പ് മന്ത്രിക്കെതിരെയുള്ള ആക്ഷേപവും. സാധാരണക്കാരായി മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ പരിഗണിക്കാനായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്, അതിനൊരു ഇച്ഛ, രാഷ്ട്രീയ ഇച്ഛ കാണിക്കുക എന്നുള്ളതാണ്. ഇവരെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരാരോപണവും താങ്കൾ നേരിടാൻ പോകുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയെ നമ്മൾ അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള മനുഷ്യർക്കൊക്കെ വേണ്ടിയാണ് നിങ്ങൾ ഈ അധികാരത്തിലിരിക്കുന്നത് എന്നതുകൂടി ഓർമ്മിപ്പിക്കട്ടെ. വലിയ കയ്യേറ്റങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ പലയിടങ്ങളിലും. ഇതൊന്നും ആരും കണ്ടില്ലെന്ന് നടിക്കുന്നില്ലല്ലോ. കയ്യേറ്റത്തെക്കുറിച്ചല്ല, ഇതുവരെ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയാണെന്നേ, അവർക്ക് വനാവകാശ രേഖയുള്ള മറ്റൊരു ഭൂമിയുണ്ടെന്നേ, ആ ഭൂമി നിങ്ങൾ വനംവകുപ്പെടുത്തോളൂ. പകരം ഈ സ്ഥലത്ത് 5 സെന്റ് സ്ഥലത്ത് ഈ വനാവകാശ രേഖ കൊടുക്കുന്നതിന് ഇനി സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് ഈ ചട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ചട്ടങ്ങൾക്ക് വേണ്ടിയല്ല മനുഷ്യർ ജീവിക്കേണ്ടത്, മനുഷ്യർക്ക് വേണ്ടിയാണ് ചട്ടങ്ങൾ ഉണ്ടാകേണ്ടത് എന്ന് അധികാരികളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ സർക്കാരിൻ്റെ വേണ്ടി ഇടതുപക്ഷം എന്നുള്ളത് മാറ്റി വേറെ വല്ല പക്ഷവുമാക്കി മാറ്റണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വലിയ കയ്യേറ്റങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കും. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് 5 സെന്റിൽ ലൈഫിൽ വീട് അനുവദിച്ച് കിട്ടുമ്പോൾ അതിന് മുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ടാവും. കഷ്ടം എന്നേ നമുക്ക് പറയാനുള്ളൂ. അത് വനംവകുപ്പ് മന്ത്രിയുടെ കാര്യമാണെങ്കിലും ശരി, ആ വനംവകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യമാണെങ്കിലും ശരി, ഇവരെയൊന്നും സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ യൂണിഫോം ഇട്ട് നടന്നിട്ടൊന്നും വലിയ കാര്യമില്ല സാർ.